ഹായ്, എല്ലാവർക്കും കോമ്പറ്റിറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഇന്ന് RRB ഗ്രൂപ്പ് ഡി നമ്മളെല്ലാവരും എഴുതാൻ പോകുന്ന എക്സാമാണ്. എങ്ങനെയാണ് RRB ഗ്രൂപ്പ് ഡി എക്സാം ക്ലിയർ ചെയ്യുക? ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അനഘയാണ്. അനഘ ആള് പുലിയാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക് പഠന കാലത്ത് തന്നെ ഏകദേശം 21 വയസ്സിൽ പഠനം കംപ്ലീറ്റ് ചെയ്യുമ്പം ജോലി നേടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ കഥ നിങ്ങൾക്കും അറിയണ്ടേ? സ്വാഗതം അനഘ. അപ്പം അനഘ, എനിക്കറിയാം പഠിച്ചുകൊണ്ടിരുന്ന പഠനം എന്തായിരുന്നു, എങ്ങനെയാണ് RRB ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യുന്നത്? RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് GK ഒക്കെയാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ PSC പഠിക്കുന്നത് പോലെ കേരളം ബേസ് ചെയ്ത് കേരളത്തിൽ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കരുത്. നമ്മൾ പുറത്തേക്ക് കൂടി ഒന്ന് ചിന്തിച്ച്, കാരണം സെൻട്രൽ ഗവൺമെൻറ് ആണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ അല്ലെങ്കിൽ അങ്ങനത്തെ അതിനും കൂടി ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചാലാണ് അതിനൊരു ക്രാക്ക് ചെയ്യാൻ നമുക്ക് കുറച്ച് RRB എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം RRB എക്സാം പഠനത്തോടൊപ്പം ബിടെക്കിന്റെ ഫൈനൽ സെമസ്റ്റർ ആയപ്പോഴത്തേക്ക് ജോലി ഏതാണ്ട് ഉറപ്പായിരുന്നു. ഫിസിക്കലൊക്കെ കഴിഞ്ഞിരുന്നു. ഓക്കെ, 2 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ. റിട്ടേൺ എക്സാമും ഉണ്ട്, ഫിസിക്കലും ഉണ്ട്. എക്സാമും ഉണ്ട്. റിട്ടേൺ എക്സാം ഇത് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രിപ്പയർ ചെയ്തു. കാരണം നമുക്ക് അന്ന് കിട്ടുന്ന ഫ്രീ ടൈമിലൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ PSC പഠനം ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സ്വന്തം രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ എക്സാം കൂടി വന്നപ്പോൾ നമ്മൾ തൊഴിൽ വീതി തൊഴിൽ വാർത്ത പോലെയുള്ള മാസികകളും അതായിരുന്നു നമ്മുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ പരിശീലനമായിരുന്നു. അതെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ട് ആ പരിശീലനമാണ്. അവിടെ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സബ്ജക്ട്? എന്തായിരുന്നു? കണക്കായിരുന്നു അതോ റീസണിങ്? എന്തായിരുന്നു? റീസണിങ്ങും മാത്സും എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. പിന്നെ അതെനിക്ക് അത്ര കുഴപ്പമില്ലാത്ത മേഖലകളായതുകൊണ്ട് പിന്നെ കൂടുതൽ ഫോക്കസ് നമ്മൾ GK കൊടുത്തു. കാരണം അതെനിക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ GK കറണ്ട് അഫയേഴ്സ് പോലുള്ള മേഖലകളാണ് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പൊ റീസണിങ്ങില് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഇത് ചെയ്തു നോക്കുവോ? അത് നമ്മളതിന് വേണ്ടി ഇരുന്നാൽ ഇപ്പൊ എന്റെ സമയം പറയാന്ന് വെച്ചാൽ ഞാൻ ലഞ്ച് ബ്രേക്കിന്, എന്റെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ലഞ്ച് ബ്രേക്കിലൊക്കെ ഇരുന്ന് അവിടുത്തെ ലൈബ്രറിയിൽ പോയിട്ട് ഈ ബുക്ക് ഇരുന്ന് ചെയ്യുമായിരുന്നു. അതൊരു വെറുതെ പറയുന്നതല്ല, അതൊരു സത്യമാണ്. അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളാ പഠനത്തിന്റെ കൂടെ നമുക്കത് കിട്ടിയത്. അപ്പൊ ഇഷ്ടമായതുകൊണ്ട് അങ്ങ് ചെയ്ത് നോക്കി പോയിക്കൊണ്ടിരിക്കുക. അത് ഈ റീസണിങ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇഷ്ടമാണ്. ഒരു കണക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മളിത് ട്രാക്കിലേക്ക് എത്തും. അത് ഞാനിപ്പോഴും റീസണിങ് പഠിപ്പിക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് റീസണിങ് പഠിപ്പിക്കുക എന്നുള്ളത്. കാരണം ചിലത് നമ്മളെ കുഴപ്പിക്കും, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് കൂടും, അല്ലെ? അപ്പൊ റീസണിങ് ആർക്കെങ്കിലും ഒക്കെ പ്രയാസമാണെങ്കിൽ ഈ വിദ്യകളൊക്കെ ഒന്ന് പരിശീലിച്ചോളൂ. നിങ്ങൾ 1 2 പരാജയപ്പെട്ടാലും വൺസ് ഇത് നമുക്കൊന്ന് അതിൻ്റെ ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പം അത് പഠിച്ചെടുക്കാൻ സാധിക്കും. ഇനി ഈ RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ഈ ജോബ് എന്താണ് ഈ ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെ ഇതിൻ്റെ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകുന്ന വർക്കുകൾ എന്തൊക്കെയാണ്? അതായത് ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരുപാട് മേഖലകൾ വരും. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സിഗ്നൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അങ്ങനെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. പിന്നെ അത് കൂടാണ്ടും ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പം ഇതിൽ എനിക്ക് കിട്ടിയത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ട്രാക്ക് മെയിൻ്റനർ എന്നാണ് അതിന്റെ പേര്. അപ്പൊ പേര് തന്നെ അറിയാലോ, ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ട്രാക്ക് മെയിൻ്റനർ. അപ്പൊ ട്രാക്ക് മെയിൻ്റനൻസ് ആണ്. അതുപോലെ ഗേറ്റ്, ട്രെയിനൊക്കെ നമ്മളൊക്കെ കുറെ പേര് കണ്ടിട്ടുണ്ടാവും. ഗേറ്റ് അടയ്ക്കുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗ്യാങ് മാനും ഗേറ്റ് മാനും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഗേറ്റ് മാൻ ഒക്കെ ഗ്രൂപ്പ് ഡിയിൽ വരുന്ന ആൾക്കാരാണ്. അതുപോലെ സിഗ്നൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നമ്മള് റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ തന്നെ ഒരു സിഗ്നൽ, നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ അല്ലാണ്ട് ഒരു നീല ഡ്രസ് ഇട്ടിട്ട് ഒരാൾ കോത്ത് കൊടി കാണിക്കുന്ന ഒരാൾ അവിടെ ഉണ്ട്. ആള് ഗ്രൂപ്പ് ഡി ആയിട്ട് കയറിയതാണ്. അപ്പൊ അങ്ങനെയാണ് അതാണ് ജോബ്. എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ജോബ്, എന്താണ് ജോലികൾ ചെയ്യാറുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. ഇനിയും നമുക്കറിയാം, ഇപ്പം മാം വർക്ക് ചെയ്യുന്നത് PSC എക്സാം എഴുതി മറ്റൊരു മേഖലയിലേക്ക് കടന്നു. പക്ഷേ എന്നിരുന്നാലും ആ റെയിൽവേക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റുകളുണ്ട് ചില കാര്യങ്ങളിലൊക്കെ. എന്തൊക്കെയാണ് ഒരു റെയിൽവേയിൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ? പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആകുമ്പോൾ എനിക്കറിയാം ഒരുപാട് ബെനിഫിറ്റുകൾ റെയിൽവേ നൽകാറുണ്ട്. അതിനെപ്പറ്റി നമുക്ക് നമ്മുടെ സാലറി ആണ്. കാരണം കൃത്യമായിട്ട് DA കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു റെയിൽവേ എംപ്ലോയി ആയതുകൊണ്ട് നമുക്കത് രണ്ടും വേർതിരിച്ചറിയാം. അപ്പൊ കൃത്യമായിട്ട് സാലറി നമുക്ക് കൃത്യമായിട്ട് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ലേഡീസിനെ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഇത് കൂടുതലാണ്, ഫേവറബിൾ ആണ് റെയിൽവേ. എന്ന് വെച്ചാൽ ചൈൽഡ് കെയർ ലീവ് ഉണ്ട്. അതായത് 720 ദിവസം ഉള്ള ഒരു ചൈൽഡ് കെയർ ലീവ് ഉണ്ട്. 720 ദിവസം ഒരുമിച്ചെടുക്കാൻ പറ്റില്ല, സ്പ്ലിറ്റ്. എന്നാലും നമ്മുടെ ഒരു ആവശ്യത്തിന് നമുക്കൊരു 10-20 ദിവസം
നമുക്ക് വിത്ത് സാലറി കിട്ടുകയാണ്, വിത്തൗട്ട് ലീവ് പോവില്ല എന്നുള്ളൊരു 720 ദിവസം നോട്ട് ചെയ്യാൻ എക്സാം എഴുതാൻ ഒരുപാട് പേരുണ്ട്. അതെ. അപ്പൊ അതെ, കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള അത് റെയിൽവേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് വളരെയധികം ഉപകാരപ്രദം. അന്ന് ഞാൻ മാരീഡ് അല്ലായിരുന്നു, ഒരു പക്ഷെ മാരീഡ് ആയിരുന്നെങ്കിൽ ഇതൊക്കെ ചിലപ്പോ നമ്മൾ അന്ന് അനുഭവിച്ചേനെ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുന്നുണ്ട്. കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി നല്ലൊരു എമൗണ്ട്, എബവ് 30+ നമുക്ക് ഒരു കുട്ടിക്ക് വേണ്ടി 2 കുട്ടികൾക്ക് അങ്ങനെ കിട്ടും. എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുന്നുണ്ട് എല്ലാ വർഷവും. എല്ലാ വർഷവും എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്കൊന്ന് കേന്ദ്രീയ വിദ്യാലയം പോലുള്ളതിലേക്കൊക്കെയുള്ള എൻട്രി നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പം ഒരുപാട് ബെനിഫിറ്റ്സുകൾ റെയിൽവേ നൽകുന്നുമുണ്ട്. നമ്മൾ എക്സാം ക്രാക്ക് ചെയ്ത ഇതൊക്കെ നമുക്കും കിട്ടുന്നതാണ് അല്ലേ? ഇനിയും എങ്ങനെയാണ് ഈ റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യുക എന്നൊക്കെയുള്ളൊരു ബോധം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയത്? അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഓൾറെഡി എൻ്റെ അമ്മയും അച്ഛൻ പ്രൈവറ്റ് ആണെങ്കിൽ കൂടി അമ്മ ഒരു ടീച്ചറാണ്. അപ്പൊ അമ്മ എയ്ഡഡ് സ്കൂളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് PSC ഒരു ചായ്വുണ്ട്. പിന്നെ അതെ അതെ, ഗവൺമെന്റ് ജോലി സേഫ് ആണ്, സെക്യൂർ ആണ് എന്നുള്ളൊരു നമുക്ക് ഒരു ഉത്ബോധ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റു ജോലികൾക്ക് വേണ്ട നമുക്ക് PSC കുറച്ചും കൂടി സേഫ് ആൻഡ് സെക്യൂരിറ്റി ആണല്ലോ എല്ലാവർക്കും ആവശ്യം. അപ്പൊ അതിലേക്ക് തിരിയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ തുടങ്ങിയത്. അപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ എക്സാം വന്നത്. അപ്പൊ നമ്മൾ എന്തായാലും സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്, നമുക്കൊരു ട്രൈ നടത്തി നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ പഠിച്ചു തുടങ്ങി. പിന്നെ എന്റെ സിസ്റ്റർ ആണെങ്കിലും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ആളാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. കാരണം ആള് കുറച്ച് എന്നെ മുതിർന്നതാണല്ലോ. അപ്പൊ ആൾക്ക് കുറച്ചും കൂടി ഇതിൽ എന്തൊക്കെ പഠിക്കണം പഠിക്കണ്ട എന്നുള്ള കാര്യത്തിൽ കുറച്ചും കൂടി നമുക്ക് അഡ്വൈസ് തന്നത് എന്റെ സിസ്റ്ററാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ലാതെ പോയി. ആ സമയത്ത് തന്നെ പഠിച്ചു. ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ജോലി കിട്ടുന്നു. അന്നൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു ജോലി? 21 വയസ്സിലൊരു സർവീസിലേക്ക് കയറുക, അതൊരു നമുക്കൊരു പ്രസ്റ്റീജ്. നമ്മുടെ പഠിച്ച കോളേജിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലും ജോലി കിട്ടും എല്ലാവർക്കും. ചിലപ്പോൾ ക്യാമ്പസ് ഇന്റർവ്യൂ അങ്ങനെ കിട്ടും. എന്നാലും നമ്മളൊരു നമ്മളൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലിക്ക് പോവുക അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലിക്ക് നമ്മൾ പഠിച്ചിറങ്ങി പോകുമ്പോൾ അതൊരു വേറെ ലെവലാന്ന് പറയില്ല. അങ്ങനെ അവരൊക്കെ നമ്മളൊരു ബഹുമാനത്തോടെ പഠിച്ചത് വെറുതെ ആയില്ല, വെറുതെ വായിക്കുമായിരുന്നില്ല, ഇതിനൊരു അതിന്റെ അപ്പുറത്തൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടി എന്നുള്ള ഒരു രീതിയിൽ നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആ 21 വയസ്സിലേക്ക് സർവീസിലേക്ക് സെൻട്രൽ ഗവൺമെന്റിലേക്ക് പ്രവേശിക്കുമെന്ന് കരുതിയിരുന്നോ? ഇല്ല, ഒട്ടും കരുതിയിരുന്നില്ല. പക്ഷെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ ആഗ്രഹം തന്നെയാണ് നമ്മളെ അതിലേക്ക് എത്തിച്ചത്. ഓക്കെ, അത്രയും നാളുകൾക്ക് മുമ്പ് 21 വയസ്സിലേക്ക് എത്തിയപ്പോഴത്തേക്ക് സർവീസിലേക്ക് കയറാൻ സാധിച്ചു. ഇനിയിപ്പം ഗ്രൂപ്പ് ഡി എക്സാം വരാൻ പോവുകയാണ്. അങ്ങനെ ഒരുപാട് പേര് ഗ്രൂപ്പ് ഡി എക്സാമിലേക്ക് ഇങ്ങനെ വേണോ വേണ്ടായോ, നന്നായി പഠിക്കണോ, നമുക്കൊക്കെ ഇത് കിട്ടുന്നതാണോ? കാരണം കേരളത്തിൽ ഇതിന്റെ ജോലി നമുക്ക് ഒരു ചെന്നൈ സോണിലേക്ക് സൗത്ത് സോണിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ എന്ന് ഇപ്പം ഹസ്ബൻഡ് ഇപ്പൊ കേരളത്തിലാണ്. എത്ര നാളുകൾക്കുള്ളിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്? ആളൊരു 1-2 കൊല്ലം എടുത്തു ആൾക്ക് ട്രാൻസ്ഫർ കിട്ടാൻ. കാരണം ഇവിടുത്തെ സീനിയോറിറ്റി അനുസരിച്ചിട്ടാണല്ലോ കിട്ടുക. എന്നിരുന്നാലും നമ്മൾ അങ്ങനെ വല്ലാണ്ട് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും ട്രാൻസ്ഫർ ഒക്കെ വരുമ്പോൾ എന്തായാലും കേരളത്തിലേക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ അത് മാത്രം പ്രതീക്ഷിച്ച് കേരളത്തിലെ ഒഴിവുകൾ കുറവാണ് എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. ഇപ്പം അനഘ മാമിന്റെ ഹസ്ബൻഡ് കേരളത്തിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളും ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനിയും ഇതിന്റെ ഒരു ഗ്രൂപ്പ് ഡി ആയിട്ട് ഞാൻ സർവീസിലേക്ക് കയറുന്നു. പിന്നീട് എൻ്റെ ഒരു എന്താണ് ഒരു ഹയറാർക്കി വരുന്നത്? അവിടെ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഗ്രൂപ്പ് ഡി ആയിട്ട് കയറുമ്പോൾ TM 4 ആയിട്ടാണ് കയറുന്നത്. പിന്നെ അതിനുശേഷം ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൊമോഷൻ വന്നിട്ട് TM 3, TM 2, TM 1 അങ്ങനെയാണ് അതിന്റെ ഇത് പോകുന്നത്, ഹൈറാർക്കി പോകുന്നത്. നമുക്ക് ശമ്പളം കൂടും. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ഒരു JE പോസ്റ്റ് അങ്ങനെയുള്ള ഇതില്ല. പക്ഷെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ എഴുതാം. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ എഴുതാൻ പറ്റും. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ എഴുതി അപ്പൊ നമുക്ക് പുറത്തുനിന്ന് എഴുതുന്നതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഓക്കെ, അപ്പം ഇനി ഒരുപാട് പേര് റെയിൽവേയിലേക്ക് വരാനായിട്ട് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരോടൊക്കെ പറഞ്ഞു തരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പഠിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ നമ്മളെ കേരളത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് കുറച്ചും കൂടി പുറത്തേക്ക്, അതായത് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്, സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ അതുപോലെ മാത്സ് ആൻഡ് റീസണിങ് കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ മാത്സും റീസണിങ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. പ്രിപ്പയർ ചെയ്യാന്ന് പറയാ ടീച്ചർ അനക്കെ എല്ലാം എഴുതി പഠിക്കുന്ന ആളാണ് അല്ലേ? അപ്പം അത് ഭയങ്കര ഷാർപ്പായിരുന്നു. അപ്പൊ എനിക്കത് നിങ്ങളോട് പറയാനുള്ളത്, അനക വളരെയധികം എക്സാംസ് എഴുതി, മോഡൽ എക്സാംസ് എഴുതി, നെഗറ്റീവുകൾ ഇല്ലാതെ പരീക്ഷ എഴുതി നോക്കുന്ന ഒരാളായിരുന്നു. ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞതേ ഉള്ളൂ, അതായിരുന്നു എൻ്റെ വിജയ രഹസ്യം. മാക്സിമം നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ വേണ്ടി ഞാൻ നന്നായി എഴുതി പഠിക്കുമെന്ന് പറഞ്ഞു. അത് തന്നെ നിങ്ങളും ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുക. PYQ ഒക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ അവൈലബിൾ ആണ്.
ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കിൻ്റെ ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നീട് പഠിക്കുക, ഇത് കിട്ടാവുന്ന ജോലിയാണ് അല്ലേ. ഒരുപാട് നമ്മൾ അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് എടുത്ത ഒരു എഫേർട്ടൊക്കെ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി വന്നിരുന്നോ? ഇല്ല ഒരിക്കലും ഇല്ല. നമ്മൾ അതായത് പഠിക്കണം, നമ്മുടെ സ്ട്രാറ്റജി ഒന്ന് മോഡിഫൈ ചെയ്ത് അങ്ങനെ പഠിച്ചാൽ മതി. കാരണം നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും. നമ്മൾ വന്ന് വായിച്ചു പോയാൽ കൂടി നമുക്കത് തലയിൽ കയറും പതുക്കെ. പിന്നെ പതുക്കെ എഴുതി പഠിച്ചിട്ടൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി സമയം കിട്ടും തോന്നുന്നു എനിക്ക്. ഗ്രൂപ്പ് ഡിക്ക് എക്സാമുകൾക്ക് കുറച്ചും കൂടി സമയം കിട്ടും. കാരണം നമ്മൾ ആദ്യം ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, പിന്നെ പാസ്സായാലാണ് ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി സമയം കിട്ടും. നമ്മൾ PSC പഠിക്കേണ്ട അത്ര ഒരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും ഇതുപോലത്തെ എക്സാമുകളായിരുന്നു. കാരണം ഒഴിവുകൾ വളരെ കൂടുതലായതുകൊണ്ട് എന്ന് വെച്ച് പഠിക്കാതിരിക്കാനും നമുക്ക് പറ്റില്ല. അതെ. അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതില് നമുക്കറിയാം 10th ലെവലിൽ തുടങ്ങി പരീക്ഷയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് തൊട്ടങ്ങ് പഠിച്ചു തുടങ്ങുക. നാളത്തേക്ക് മാറ്റി വെക്കേണ്ട, മടി പിടിച്ചിരിക്കേണ്ട. പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. ഈ പറഞ്ഞ ബെനിഫിറ്റ്സുകളെ പറ്റിയൊക്കെ നിങ്ങൾക്കും ധാരണയുണ്ടായെന്ന് കരുതുന്നു. RRB ഗ്രൂപ്പ് ഡി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു പേര് തന്നെയാണ് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ക്ലാസ്സുകൾ ഓൺലൈനിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ എൻ്റെ ക്ലാസ്സും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് റെയിൽവേ ജോലി ഉറപ്പാണ് ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ. പുതിയ ബാച്ച് വരികയാണ്, അവിടെ ജോയിൻ ചെയ്തോളൂ, പഠിച്ചു തുടങ്ങിക്കോളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.